വസ്തുവിറ്റ പണം നൽകാനുള്ളയാൾ കബളിപ്പിച്ചതിനെ തുടർന്ന് കേറിക്കിടക്കാൻ ഒരിടം പോലുമില്ലാതെ വഴിയാധാരമായി ഒരു കിടപ്പ് രോഗിയുണ്ട് കൊല്ലത്ത്. പണം തിരികെ കിട്ടാൻ മറ്റൊരു മാർഗവും ഇല്ലാതായതോടെ പണം തട്ടിയ ആളുടെ വീടിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചിരിക്കുകയാണ് സോജിത്ത്. കൊല്ലം വിളക്കുപാറ സ്വദേശി സുബൈർ 2022-ലാണ് സോജിത്തിന്റെ തമിഴ്നാട്ടിലുള്ള ഭൂമി 26 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത്. ഇതിൽ 20 ലക്ഷം രൂപ സോജിത്തിന് ആദ്യം നൽകി. ബാക്കി 6 ലക്ഷം രൂപ ഉടൻ നൽകാമെന്ന് ഉറപ്പു പറഞ്ഞെങ്കിലും നൽകിയില്ല. പിന്നാലെ സുബൈർ ആദ്യം നൽകിയ 20 ലക്ഷം രൂപ കൂടി ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് തിരികെ വാങ്ങുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കരാറും ഉറപ്പിച്ചു. എന്നാൽ ബിസിനസ് ആരംഭിക്കുകയോ പണം തിരിച്ചു നൽകുകയോ ചെയ്തില്ല. തമിഴ്നാട്ടിൽ കുറച്ച് വസ്തു മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വേറെ ജീവിതമാർഗ്ഗങ്ങൾ ഒന്നും സെറ്റ് ആവാത്ത കാരണം അത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ അജ്മി ബസിന്റെ ഓണർ സുബൈർ തന്നെയാണ് ആ വസ്തു വാങ്ങിച്ചേക്കുന്നത്. വാങ്ങിച്ച് ഞങ്ങളുമായിട്ട് സൗഹൃദം കൂടിയിട്ട് ഫാക്ടറി തുടങ്ങാനാണ് ഒരു 10 ദിവസത്തിനകം തിരിച്ചു തരാന്നുള്ള രീതിക്ക് പുള്ളി പൈസ അങ്ങ് വാങ്ങിക്കുകയായിരുന്നു. പോയതിനു ശേഷമാണ് നമ്മൾ 5 സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. അന്ന് ഇത് 2021 മുതലേ തുടങ്ങിയ പ്രശ്നമാണ്. വാടക പോലും കൊടുക്കാനില്ലാതായതോടെ ബസ് ഉടമയായ സുബൈറിന്റെ ഒരു ബസ്സിൽ കിടപ്പുരോഗിയായ സോജിത്തും കുടുംബവും താമസം ആരംഭിച്ചു. കോടതി ഉത്തരവ് വാങ്ങി സോജിത്തിനെയും കുടുംബത്തെയും സുബൈർ ബസ്സിൽ നിന്ന് ഒഴിപ്പിച്ചു. പിന്നാലെ സുബൈറിന്റെ കടക്കലിലെ വീടിന് മുന്നിൽ സോജിത്ത് സത്യാഗ്രഹം ആരംഭിച്ചു. പണം നൽകുന്നതുവരെ മാസം തോറും 8000 രൂപ മരുന്നിനും വാടകയ്ക്കുമായി നൽകാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സത്യാഗ്രഹം അവസാനിപ്പിച്ചിരുന്നു. പിന്നീടും ഒത്തുതീർപ്പ് കരാർ പാലിക്കാത്തതിനെ തുടർന്നാണ് സോജിത്തും കുടുംബവും കഴിഞ്ഞ ദിവസം മുതൽ സുബൈറിന്റെ വീടിന് മുന്നിൽ വീണ്ടും സമരം ആരംഭിച്ചത്. തരാനൊക്കെ ഇഷ്ടംപോലെ പൈസകളുണ്ട്. വേറെ ചോദിക്കാനൊന്നും ആരും ഇല്ലാത്ത ഒരു ഇത് കൊണ്ടാണ് പുള്ളി നമുക്ക് തരാതിരിക്കുന്നത്. ഇപ്പൊ പുള്ളി ഇവിടാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. പല മേഖലകളിൽ വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ ഇവിടാണ് വാടകയ്ക്ക് താമസിക്കുക. ഞങ്ങൾക്ക് വേറെ എങ്ങും പോകാനൊരു നിവർത്തിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നേക്കാണ്. അപ്പൊ ഞങ്ങളെ കണ്ടതും അവർ ഇവിടുന്ന് ഒളിവിൽ പോയേക്കുവാണ്. 2-3 ദിവസമായി ഒളിവിൽ പോയേക്കുവാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവർ. അപകടത്തിൽപ്പെട്ട് 20 വർഷമായി അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന കിടപ്പുരോഗിയായ സോജിത്ത് അഞ്ചലിലുള്ള ഭാര്യാ സഹോദരന്റെ വീടിന്റെ ഷെഡിലാണ് ഇതുവരെ കഴിഞ്ഞത്. 24 കൊല്ലം.